ഓം ശാന്തി. ഇന്ന് 17 മെയ് 1973 അവ്യക്ത മുരളിയാണ് വായിക്കുന്നത്. ബാബ പറയാണ് ലക്ഷ്യം പോലെ ലക്ഷണം. അപ്പോൾ ലക്ഷ്യം വയ്ക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കും. ज्ञान के सागर सर्वशक्तिमान, आनंद के सागर, दया के सागर, कल्याणकारी बाबा बोले ജ്ഞാനസാഗരനായ സർവശക്തിമാനായ ആനന്ദത്തിൻ്റെ സാഗരമായ ദയയുടെ സാഗരമായ കല്യാണക്കാരിയായ ശിവബാബ പറയാണ് जो विशेषताएं बाप की है क्या वह अपने में अनुभव करते हो. അപ്പം ബാബയ്ക്ക് ഈ എല്ലാം വിശേഷതകളുണ്ട്. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, ആനന്ദത്തിൻ്റെ സാഗരമാണ്, ദയയുടെ സാഗരമാണ്, കല്യാണക്കാരിയാണ്. അപ്പോൾ ഈ എല്ലാം വിശേഷതകൾ നമ്മളുടെ ഉള്ളിൽ നമ്മൾ അനുഭവം ചെയ്യുന്നുണ്ടോ? जैसे सभी को अपनी इस पढ़ाई के मुख्य 4 सब्जेक्ट सुनाते हो, वैसे मुख्य विशेषताएं भी 4 है. क्या उनको जानते हो? ബാബ ചോദിക്കുക, അങ്ങനെ നമ്മൾ ജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാറുണ്ട് ഇത് സ്പിരിച്വൽ പഠിത്തമാണ്, ഇതിൽ 4 സബ്ജക്റ്റ് ഉണ്ട്, ജ്ഞാനം, യോഗ, ധാരണ, സേവ. അതുപോലെ തന്നെ 4 മുഖ്യമായിട്ടുള്ള വിശേഷതകൾ അതിനെക്കുറിച്ച് അറിയാവോ? ബാബയുടെ 4 മുഖ്യമായിട്ടുള്ള ക്വാളിറ്റീസ്. അപ്പോൾ അത് ഇതൊക്കെയാണ്. ആദ്യം നോളജ്ഫുൾ ആവുക, ജ്ഞാനിയാവുക, സമ്പൂർണ്ണ ജ്ഞാനസ്വരൂപമാവുക. സെക്കൻഡ് പവർഫുൾ, ശക്തിശാലിയാവുക. തേർഡ് ബാബ പറയാണ് സർവീസബിൾ. സർവീസബിൾ അല്ലെങ്കിൽ സദാ എല്ലാവർക്കും കല്യാണക്കാരി. ഓർ ബ്ലിസ്ഫുൾ. ബ്ലിസ്ഫുൾ പറയുമ്പോൾ സദാ ആനന്ദചിത്തമായിരിക്കുക, ആനന്ദത്തിൻ്റെ സാഗരമായിരിക്കുക. അപ്പോൾ ഈ 4 വിശേഷതകൾ അത് ഉള്ളിൽ അനുഭവം ചെയ്യുന്നുണ്ടോ? यह मुख्य 4 विशेषताएं क्या अपने में अनुभव करते हो? इन चारों की परसेंटेज में बहुत अंतर है या थोड़ा? फॉलो फादर करने वाले होना, चारों ही जो सब्जेक्ट्स है वह जीवन में നാച്ചുറൽ रूप में हो. അപ്പം നമ്മൾ ഫോളോ ഫാദർ ചെയ്യുന്ന കുട്ടികളല്ലേ. അപ്പം ബാബയ്ക്ക് ഈ 4 വിശേഷതകൾ 100% ഉണ്ടായിരുന്നു. അപ്പം ബാബ ചോദിക്കുകയാണ് നമ്മൾ ചെക്ക് ചെയ്യണം ഈ 4 വിശേഷതകൾ, ഈ 4 ക്വാളിറ്റീസ് നമ്മളുടെ ഉള്ളിൽ എത്ര പെർസെൻറ്റേജിലുണ്ട്. അപ്പോൾ നല്ല പെർസെൻറ്റേജിലുണ്ടോ അതോ കുറവാണോ? യഹ 4 വിശേഷതായ് ജീവൻ മേ നാച്ചുറൽ റൂപ് മേ ഹോ. അപ്പോൾ ഈ 4 ക്വാളിറ്റീസ് നമ്മുടെ ലൈഫിൽ നാച്ചുറലായിട്ട് കാണണം. कितना परसेंटेज नेचुरल रूप में है? 14 कला तक नेचुरल रूप हुआ है. संपूर्ण स्टेज को पाने के लिए अब पुरुषार्थ की स्पीड तेज नहीं होगी तो क्या समय के अनुसार अपने को संपन्न बना सकेंगे? ബാബ നേരത്തെയും പറഞ്ഞു ചെക്ക് ചെയ്യണം ഈ 4 വിശേഷതകൾ ക്വാളിറ്റീസ് ഉണ്ട്, പക്ഷെ അതിൻ്റെ പെർസെൻറ്റേജ് എത്രമാത്രമാണ്. ഇപ്പം 16 കല സമ്പൂർണ്ണ 16 കല സമ്പൂർണ്ണമായിട്ടുണ്ടോ അതോ ജസ്റ്റ് 14 കല സമ്പൂർണ്ണമായിട്ടുണ്ടോ? മീൻസ് ചന്ദ്രവംശി ആ സ്റ്റേജിലാണോ അതോ സൂര്യവംശി സ്റ്റേജ് സമ്പൂർണ്ണ സമ്പൻ സ്റ്റേജ് നേടിയിട്ടുണ്ടോ? അത് ചെക്ക് ചെയ്യണം. ബാപ്പറാണ് ഇപ്പോഴും പുരുഷാർത്ഥത്തിൻ്റെ സ്പീഡ് പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നോർമൽ സ്പീഡിൽ നടക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മുടെ അന്തിമ ലക്ഷ്യം അത് നേടാൻ പറ്റുമോ? അപ്പം പുരുഷാർത്ഥത്തിൻ്റെ സ്പീഡ് കൂട്ടണം. टेम्पररी कार्य के लिए बाप दादा की व अपनी मत के अनुसार जो स्टेज बनती है वह दूसरी बात है, लेकिन लास्ट स्टेज के प्रमाण क्या स्पीड में आगे जा रहे हो? അപ്പം ബാബ പറയാണ് ചിലപ്പം ബാബ ഇങ്ങനെ ചോദിക്കുമ്പോൾ കുട്ടികൾ പറയും ആ ബാബ ആ ഉയർന്ന സ്റ്റേജ് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ചിലപ്പം സേവനം ചെയ്യുമ്പോൾ സ്പെഷ്യലായിട്ടുള്ള സേവനമാണ്, വലിയ പ്രോഗ്രാമാണ്, അപ്പോൾ ആ സമയത്ത് ഉയർന്ന സ്റ്റേജ് വേണം. അപ്പോൾ ആ സമയത്ത് സ്പെഷ്യലായിട്ട് പുരുഷാർത്ഥം ചെയ്ത് ആ സ്റ്റേജ് ടെമ്പററി അല്ലെങ്കിൽ അല്പകാലത്തേക്ക് വേണ്ടി എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. പക്ഷെ ബാബ പറയാണ് അത് അല്പകാലത്തേക്ക് വേണ്ടി മാത്രമല്ല, സദാകാലം ഉണ്ടായിരിക്കണം. അങ്ങനെ സദാ ഉണ്ടെങ്കിൽ മാത്രമേ പുരുഷാർത്ഥം തീവ്രമായിട്ട് സ്പീഡായിട്ട് മുമ്പിലോട്ട് പോകുന്നുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. ക്യാ അപ്നി സ്പീഡ് സെ സന്തുഷ്ട ഹോ? അങ്ങനെ ചെക്ക് ചെയ്യണം നമ്മൾ നമ്മളുടെ പുരുഷാർത്ഥത്തിൻ്റെ സ്പീഡിൽ നിന്ന് സന്തുഷ്ടമാണോ? പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്, അതിൽ പ്രോഗ്രസ്സും ഉണ്ടാവുന്നുണ്ട്, പക്ഷേ എത്രമാത്രമാണ് നമ്മൾ പ്രോഗ്രസ് ആഗ്രഹിക്കുന്നത് അത്രമാത്രം പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ടോ? इसके लिए प्लान बनता है या सिर्फ सर्विस के ही प्लान बनाते हो? അപ്പം ബാബ പറയാണ് ദാറ്റ് നിങ്ങളാണെങ്കിൽ ബാബ ചോദിക്കുകയാണ് നിങ്ങൾ സേവനത്തിന് വേണ്ടി മാത്രമാണ് പ്ലാൻസ് ഉണ്ടാക്കുന്നത് അതോ സ്വപുരുഷാർത്ഥത്തിന് വേണ്ടിയും പ്ലാൻ ഉണ്ടാക്കാറുണ്ടോ?
जैसे सर्विस के भिन्न भिन्न प्लान्स बनाते हो, तो क्या वैसे ही अपनी स्पीड से संतुष्ट रहने के लिए कोई प्लान बनाते हो? जो प्रैक्टिकल में प्राप्ति या सफलता होती है उसी अनुसार ही स्पीड तेज होगी. എങ്ങനെ സേവനത്തിൽ സഫലത നേടാൻ വേണ്ടി ഭിന്ന ഭിന്നമായിട്ടുള്ള പ്ലാൻസ് ഉണ്ടാക്കാറുണ്ട്. അപ്പം ചിലപ്പം സേവനം ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അത്ര റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ വേറെ രീതിയിൽ പുതിയ രീതിയിൽ അത് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതുപോലെ തന്നെ സ്വപുരുഷാർത്ഥത്തിന് വേണ്ടിയും അങ്ങനെ പ്ലാൻസ് ഉണ്ടാക്കാറുണ്ടോ? മീൻസ് അതിനെക്കുറിച്ച് അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ? जब अपनी स्पीड से संतुष्ट हो तो फिर पावरफुल प्लान बनाना चाहिए ना. പിന്നെ ബാബു പറയാണ് എത്രമാത്രമാണ് നമുക്ക് പുരുഷാർത്ഥത്തിൽ സഫലത കിട്ടുന്നത് അതിൻ്റെ പ്രഭാവം നമ്മളുടെ സേവനത്തിലും കാണാൻ പറ്റും. അപ്പം സേവനത്തിലും നമുക്കൊത്തിരി സഫലത കിട്ടും. അപ്പം ശരിക്ക് നമ്മുടെ പുരുഷാർത്ഥം തീവ്ര ഗതിയിൽ നിന്ന് മുമ്പിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേജ് വളരെ ഉയർന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ സേവനത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന പ്ലാൻസും എപ്പോഴും സക്സസ്ഫുൾ ആയിരിക്കും. अगर देखते हो सर्विस में सफलता कम है तो इसके लिए कुछ नई बातें सोचते हो, भिन्न भिन्न रीति से चला कर इस धरती को ठीक करने का प्रयत्न करते हो ना. പിന്നെ ബാബ ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മൾ സേവ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ സേവ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്ര റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ വേറെ ഡിഫറെൻറ്റ് രീതിയിൽ ആ സേവ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. വേറെ പ്ലാൻസ് ഉണ്ടാക്കും, ക്രിയേറ്റീവായിട്ടുള്ള പ്ലാൻസ് ഉണ്ടാക്കും. ചിലപ്പം സംഘടനയിൽ എല്ലാവരുടെ സഹയോഗം എടുക്കും. ആദ്യം ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും ചെയ്യുന്നത്, പിന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കും, അതിനു വേണ്ടിയുള്ള മീറ്റിങ്സ് വെക്കും. അങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് പ്ലാൻ ഉണ്ടാക്കും. മീൻസ് ആ സേവ അവിടെ വിടാറില്ല, അത് കംപ്ലീറ്റ് ആക്കിയിട്ടേ മീൻസ് കംപ്ലീറ്റ് ആക്കാറുണ്ട്, ഇടയ്ക്ക് വെച്ച് നിർത്താറില്ല. അപ്പം അതുപോലെ തന്നെ നമ്മുടെ പുരുഷാർത്ഥത്തിലും നമ്മളിപ്പം ലക്ഷ്യം വെക്കുകയാണ് സമ്പൂർണ്ണ ക്രോധമുക്താവുക, അല്ലെങ്കിൽ ഞാൻ യോഗ ഇത്ര മണിക്കൂർ ചെയ്യും, കർമ്മം ചെയ്യുമ്പോഴും യോഗയുക്ത അവസ്ഥയിൽ ചെയ്യും, അങ്ങനെ നമ്മൾ ലക്ഷ്യം വെക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മളതിന് പ്രാക്ടിക്കലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചിലപ്പം എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്ര റിസൾട്ട് കിട്ടത്തില്ലായിരിക്കും. അപ്പം ബാബു പറയുന്നത് അതിൻ്റെ അർത്ഥം അത് അവിടെ തന്നെ വിടാൻ പാടില്ല. എങ്ങനെയാണ് സേവനത്തിൽ ഇപ്പം നമ്മൾ ബുദ്ധിമുട്ട് എന്തെങ്കിലും അനുഭവം ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ഡിഫറെൻറ്റ് രീതിയിൽ അത് ചെയ്യാൻ നോക്കും, എല്ലാവരുടെ സഹയോഗം എടുക്കും. അതുപോലെ തന്നെ പുരുഷാർത്ഥത്തിലും നമ്മൾ എന്താണോ ലക്ഷ്യം വെച്ച് അത് നേടാൻ വേണ്ടിയുള്ള എല്ലാം പ്രയത്നം നമ്മൾ ചെയ്യണം. कितनी फिक्र रहती है, क्या ऐसा प्लान बनाते हो कि अपनी स्पीड को बढ़ाने के लिए कोई नया प्लान बनाया है? അപ്പം സേവ ചെയ്യാൻ വേണ്ടി സേവനത്തിൽ വൃദ്ധി ഉണ്ടാവാൻ വേണ്ടി എത്രമാത്രം അതിന് മുകളിൽ അറ്റൻഷൻ കൊടുക്കാറുണ്ട്, എല്ലാം പ്രയത്നം ചെയ്യാറുണ്ട്, അത്ര നമ്മൾ നമ്മുടെ പുരുഷാർത്ഥത്തിൻ്റെ മുകളിലും അറ്റൻഷൻ കൊടുക്കണം. പുരുഷാർത്ഥത്തിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയും പുരുഷാർത്ഥത്തിൽ വൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയും നമ്മൾ അത്രമാത്രം അറ്റൻഷൻ കൊടുക്കണം. क्या एकांत में रहे याद की यात्रा बढ़ाने का प्लान बनाते हो? അപ്പം ബാബ ചോദിക്കുകയാണ്. ആ സമയത്ത് കുട്ടികളെല്ലാവരും ബാബയ്ക്ക് സേവനത്തിൻ്റെ പ്ലാൻസിനെ കുറിച്ച് പറഞ്ഞു. ബാബ ഇങ്ങനെ ഇനിയിപ്പം സേവ ചെയ്യാൻ വേണ്ടിയാണ് ചിന്തിക്കുന്നത്. അപ്പം ബാബ പറഞ്ഞു ആ പ്ലാൻസ് എല്ലാം നല്ലതാണ്, പക്ഷേ ഏകാന്തത്തിലിരുന്ന് ഓർമ്മയുടെ യാത്ര കൂട്ടാൻ വേണ്ടിയുള്ള പ്ലാനിങ് ചെയ്യാറുണ്ടോ? जैसे जो विशेष सर्विस की स्टेज पर आने वाले हैं उनको अपने हर कार्य को सेट करने का अनुभव करने का प्लान बनाना पड़ता है, वैसे ही अमृत वेले अपने पुरुषार्थ की उन्नति का प्लान सेट करना है. അപ്പം ബാബ പറയാം ഇങ്ങനെ വിശേഷ സേവനം ചെയ്യുമ്പോൾ വലിയ പ്രോഗ്രാംസൊക്കെയാണ്, സേവയുടെ പ്രോഗ്രാംസാണ്, ശിവരാത്രിയുടെ പ്രോഗ്രാമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രിപ്പറേഷൻ നേരത്തെ തന്നെ ചെയ്യും, അതിൻ്റെ പ്ലാനിങ് നേരത്തെ തന്നെ ചെയ്യും. അതിനു വേണ്ടിയുള്ള സ്ഥൂലമായിട്ടുള്ള കാര്യങ്ങളുടെ പ്ലാനിങ്ങും നേരത്തെ ചെയ്യും. അതിനു വേണ്ടിയുള്ള മീൻസ് യോഗ അതും നമ്മൾ ചെയ്യും. ആത്മീയ രീതിയിലും ആ ശക്തി നമ്മൾ കൊടുക്കും. അങ്ങനത്തെ വലിയ വലിയ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് അതിനു വേണ്ടി യോഗയും ചെയ്യും. അപ്പോൾ സേവയ്ക്ക് വേണ്ടി അങ്ങനെ നേരത്തെ പ്ലാനിങ്ങും പ്രിപ്പറേഷൻ ചെയ്യാറുണ്ട്. അപ്പോഴേ ആ സേവ ഓർഗനൈസ്ഡായിട്ട് നടക്കും, അല്ലെങ്കിൽ ആ സേവനത്തിൽ നമുക്ക് സഫലത കിട്ടും. അതുപോലെ തന്നെ ബാബു പറയാണ് എല്ലാ ദിവസവും അമൃത് വേല യോഗ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ദിനചര്യ സെറ്റ് ചെയ്യണം, ആത്മീയ ദിനചര്യ സെറ്റ് ചെയ്യണം. आज किस विषय पर व किस कमज़ोरी पर विशेष अटेंशन देकर इसकी परसेंटेज बढ़ाए? അങ്ങനെ അമൃത് വേല ചിന്തിക്കണം, ഇന്ന് ഞാൻ ഏത് വീക്ക്നെസ്സിൻ്റെ മുകളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ട്,
അപ്പോൾ ആ വീക്ക്നെസ് അല്ലെങ്കിൽ ചിലപ്പം ചിലർക്ക് ക്രോധം കൂടുതൽ അമിതമായിട്ട് വരുമായിരിക്കും, ചിലപ്പം ചിലർക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് വ്യർത്ഥം കൂടുതലായിട്ട് വരുമായിരിക്കും. അപ്പോൾ ആ വീക്ക്നെസ് ഞാൻ എങ്ങനെ മാറ്റും, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ ഫുൾ ശാന്തമായിട്ടിരിക്കും, അങ്ങനെ ഒരു ലക്ഷ്യം വെക്കണം ഓരോരോ ദിവസം. हर एक अपनी हिम्मत के अनुसार वह प्लान बुद्धि में रखे कि आज के दिन में क्या प्रैक्टिकल में हम प्रैक्टिकल करेंगे और कितनी परसेंटेज तक इस बात को पुरुषार्थ में लाएंगे. അപ്പം ബാബ പറയണ എല്ലാവരും അവരുടെ ശക്തി അനുസരിച്ച് അല്ലെങ്കിൽ മീൻസ് ഓരോ ദിവസം ചെറിയ ചെറിയ ഗോൾ വെച്ചാൽ മതി, ചെറിയ ചെറിയ ലക്ഷ്യം വെച്ചാൽ മതി. എന്നിട്ട് ഇന്നത്തെ ദിവസം ഞാൻ ശാന്തചിത്തമായിരിക്കും, ആരെന്ത് പറഞ്ഞാൽ പോലും ഞാൻ റിയാക്ട് ചെയ്യത്തില്ല, ഞാൻ ശാന്തമായിട്ട് സംസാരിക്കും അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യും, പക്ഷേ ദേഷ്യപ്പെടുത്തില്ല. അങ്ങനെ അപ്പം ബാബ പറയുന്ന അങ്ങനെ എല്ലാവരും അവരുടെ ശക്തി അനുസരിച്ച് പ്ലാനിങ് ചെയ്യണം, ലക്ഷ്യം വെക്കണം. अपनी दिनचर्या के साथ यह सेट करो और फिर रात को यह चेक करो कि अपनी सेट की हुई पॉइंट को कहाँ तक प्रैक्टिकल में और कितनी परसेंटेज तक धारण कर सके. അപ്പം അങ്ങനെ അമൃത് വേള ആ പ്ലാനിങ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് രാത്രി ഉറങ്ങാൻ നേരത്ത് നമ്മൾ ചാർട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇത് ചെക്ക് ചെയ്യണം. ദാറ്റ് ഇന്ന് ഞാൻ എന്താണോ ലക്ഷ്യം വെച്ച് അത് എനിക്ക് പൂർണ്ണമായിട്ട് നേടാൻ പറ്റിയോ അത് ചെക്ക് ചെയ്യണം. യദി നഹി കർ സക്കെ तो उसका कारण क्या है. ഇനിയിപ്പം അതെനിക്ക് നേടാൻ പറ്റിയില്ല, ഫോർ എക്സാമ്പിൾ ഇന്ന് ലക്ഷ്യം വെച്ചായിരുന്നു ദാറ്റ് ഇന്ന് ഞാൻ കർമ്മം ചെയ്യുമ്പോഴും ഞാൻ മീൻസ് ബാബയുടെ ഓർമ്മയിലായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ആഹാരം കഴിക്കുമ്പോൾ കംപ്ലീറ്റ് സൈലൻസിൽ ഇരുന്നിട്ടായിരിക്കും കഴിക്കുന്നത്. അങ്ങനെ ചെറിയ ചെറിയ ലക്ഷ്യം ആണെങ്കിൽ പോലും അത് വെക്കണം. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് അത് കണ്ടുപിടിക്കണം. और किया तो किस विशेष युक्ति से अपने में उन्नति का अनुभव किया. ഇനിയിപ്പം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്ത് മീൻസ് ഏത് വിശേഷ യുക്തി ഉപയോഗിച്ചിട്ടാണ് നമുക്കത് ചെയ്യാൻ സാധിച്ചത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്ന് നമ്മൾ ലക്ഷ്യം വെക്കുക, ആരെന്ത് പറഞ്ഞാൽ പോലും ഞാൻ ശാന്തമായിട്ടിരിക്കും, ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ലക്ഷ്യം വെക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ദൃഢസങ്കല്പം എടുക്കുമ്പോൾ ചിലപ്പോൾ അന്നത്തെ ദിവസം അങ്ങനത്തെ ടെസ്റ്റ് പേപ്പർ വരും. അപ്പോൾ ആ സമയത്ത് ആരോ നമ്മളോട് അങ്ങനെ സംസാരിച്ചു, ദേഷ്യപ്പെട്ട് സംസാരിച്ചു, പക്ഷെ നമ്മൾ തിരിച്ച് അങ്ങനെ റിയാക്ട് ചെയ്തില്ല, നമ്മൾ ശാന്തമായിട്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ജ്ഞാനത്തിൻ്റെ പോയിന്റ് ചിന്തിച്ചിട്ടാണ് നമ്മുടെ ആ ശാന്തതയുടെ സ്ഥിതി മെയിൻറ്റെയിൻ ചെയ്ത് അതും എഴുതണം, അതും ചെക്ക് ചെയ്യണം. यह दोनों रिजल्ट सामने लानी चाहिए और अगर देखते हो कि जो आज का लक्ष्य रखा था उसमें सफलता नहीं हुई, वह जितना प्लान बनाया उतना प्रैक्टिकल नहीं हुआ, तो उसको छोड़ नहीं देना चाहिए. അപ്പം ബാബ പറയാണ് അങ്ങനെ നമ്മൾ നമ്മളുടെ ചാർട്ട് ചെക്ക് ചെയ്യണം. ചിലപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നമ്മളുടെ ചാർട്ട് ചെക്ക് ചെയ്യായിരിക്കും, പക്ഷേ ബാബ പറയാണ് അതിനു മുമ്പ് ആദ്യം അമൃത് വേള നമ്മൾ ഒരു ലക്ഷ്യം വെക്കണം, ഒരു ഗോൾ സെറ്റ് ചെയ്യണം. അപ്പോഴല്ലേ നമുക്ക് കറക്റ്റായ രീതിയിൽ ചാർട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. ദറ്റ് ഇന്ന് ഞാൻ എന്താണോ ലക്ഷ്യം വെച്ച് ആ ലക്ഷണങ്ങളെല്ലാം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മൾ എത്ര ആയിരുന്നു വിചാരിച്ചേ അത്ര റിസൾട്ട് നമുക്ക് കിട്ടിയില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ദേഷ്യപ്പെട്ടില്ല, പക്ഷെ മനസ്സിൽ ഒത്തിരി വ്യർത്ഥ സങ്കല്പമൊക്കെ വന്നു. അപ്പോൾ 100% നമുക്ക് സക്സസ് കിട്ടിയില്ല, ചിലപ്പോൾ 75% ആയിരിക്കും കിട്ടി. പക്ഷെ ബാബ പറയാണ് അങ്ങനെ ആണെങ്കിൽ പോലും നമ്മൾ ആ ലക്ഷ്യം വിടാൻ പാടില്ല, നിരാശ ആവാൻ പാടില്ല. ഇതെനിക്ക് പറ്റുന്നില്ലല്ലോ അങ്ങനെ പറഞ്ഞ് അത് വിടാൻ പാടില്ല, അത് കണ്ടിന്യൂ ചെയ്യണം. जैसे स्थूल कार्य में लक्ष्य रखने से अगर किसी कारणवश वह अधूरा हो जाता है तो उसको संपन्न करने का പ്രയത്നം करते हो. അപ്പം ബാബ എക്സാമ്പിൾ തരുവാണ്. ഇപ്പം എന്തെങ്കിലും നമ്മൾ സ്ഥൂലമായിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടി ചിന്തിക്കുകയാണ്. ബാബ നേരത്തെ സേവനത്തിൻ്റെ എക്സാമ്പിളും പറഞ്ഞു. സേവനത്തിന് വേണ്ടി നമ്മൾ ഒത്തിരി പ്ലാൻസ് ഉണ്ടാക്കുകയാണ്, ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ സ്ഥൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്ലാൻസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അത് ചെയ്തപ്പോൾ ശരിയായില്ല, അപ്പോൾ നമ്മൾ അത് അവിടെ അങ്ങനെ വിടാറില്ല, ഒന്നുകൂടെ അത് ട്രൈ ചെയ്യും, എല്ലാ രീതിയിൽ ട്രൈ ചെയ്യും, എല്ലാവരുടെ സഹയോഗവും എടുക്കും. അങ്ങനെ നമ്മൾ ആ ലക്ഷ്യം കംപ്ലീറ്റ് ആക്കാറുണ്ട്. അതുപോലെ തന്നെ പുരുഷാർത്ഥത്തിൻ്റെ കാര്യത്തിലും നമ്മൾ സെറ്റ് ചെയ്ത ലക്ഷ്യം അത് നേടാൻ വേണ്ടി എല്ലാം പ്രയത്നം ചെയ്യണം. वैसे ही रोज़ के इस कार्य को लक्ष्य रखते हुए संपन्न करना चाहिए. एक बात में विशेष अटेंशन होने से विशेष बल मिलेगा. कोई भी कार्य करते हुए स्मृति आएगी और स्मृति स्वरूप भी हो ही जाएंगे. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തിട്ട് നമുക്ക് ചിലപ്പം 100% സക്സസ് കിട്ടിയില്ല, 75% കിട്ടി.
കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങളെല്ലാം നോട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒന്നുകൂടെ അത് ട്രൈ ചെയ്യാം. മീൻസ് അത് ആ ഫുൾ ലക്ഷ്യം നേടുന്നവരെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ബാബ പറയാം, ഇങ്ങനെ നമ്മൾ പുരുഷാർത്ഥം ചെയ്യുമ്പോൾ നമുക്ക് അറ്റൻഷൻ ഉണ്ടാവും. അപ്പം ധാരണയുടെ മുകളിൽ അറ്റൻഷൻ ഉണ്ടാവും. അപ്പം ഗുണങ്ങൾ തനിയെ നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കും, ലക്ഷണങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കും. जैसे एक्सटर्नल नॉलेज भी अगर कोई पार्ट पक्का करता है तो जैसे उसको दोबारा तीसरी बार चौथी बार पक्का किया जाता है, छोड़ नहीं दिया जाता. അപ്പോൾ ഒന്നുകൂടി ബാബ പറയാണ്, എങ്ങനെ ഇപ്പം കുട്ടികൾ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ ആദ്യം ഒരു ലെസൺ വായിക്കുമ്പോൾ എല്ലാ കാര്യമൊന്നും ബുദ്ധിയിലിരിക്കത്തില്ല, കുറച്ച് കാര്യങ്ങൾ മറക്കും. അപ്പോൾ എല്ലാം ഒന്നും ഓർക്കാൻ പറ്റത്തില്ല. അപ്പോൾ സെക്കൻഡ് ടൈം അത് റിവൈസ് ചെയ്യും. സെക്കൻഡ് ടൈം അത് റിവൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ബുദ്ധിയിലിരിക്കും എല്ലാ കാര്യങ്ങൾ. പിന്നെ അങ്ങനെ മൂന്നാമത്തെ തവണ, നാലാമത്തെ തവണ, അങ്ങനെ കുറേ പ്രാവശ്യം അത് ട്രൈ ചെയ്യുമ്പോഴാണ് പൂർണ്ണമായിട്ട് അത് ബുദ്ധിയിൽ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പുരുഷാർത്ഥത്തിൻ്റെ കാര്യത്തിലും ലക്ഷ്യം വെച്ചിട്ട് ചിലപ്പോൾ വലിയ ലക്ഷ്യമായിരിക്കും. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അത് ചെയ്തപ്പോൾ ഫുൾ സക്സസ് കിട്ടിയില്ല, പക്ഷെ സ്റ്റിൽ അത് വിടാൻ പാടില്ല, അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ് എനിക്കത് ഫുൾ നേടാൻ പറ്റാണ്ടിരുന്നത്, അതെല്ലാം കാരണങ്ങളും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ നിവാരണം ചെയ്യണം. सोच लिया, प्लान बना लिया, लेकिन प्रैक्टिकल करने में यदि कोई परिस्थिति सामने आए तो संकल्प की दृढ़ता होगी कि करना ही है, तो उतनी ही दृढ़ता संपूर्णता के समीप लाएगी. ആൻഡ് ബാബ പറഞ്ഞ അതുമാത്രമല്ല, നമ്മൾ പ്ലാനിങ് ചെയ്തു, അമൃതവേള സമയത്ത് പ്ലാനിങ് ചെയ്തു ദാറ്റ് ഇങ്ങനെ ഈ കാര്യം ഞാൻ ഇന്ന് പ്രാക്ടിക്കലാക്കും. അതിൻ്റെ കൂടെ ദൃഢസങ്കല്പം ഉണ്ടായിരിക്കണം. ദൃഢസങ്കല്പം ആണെങ്കിൽ മാത്രമേ ആ സമയത്ത് അന്നത്തെ ദിവസം എന്തെങ്കിലും ടെസ്റ്റ് പേപ്പർ വരുമ്പോൾ നമുക്ക് നമ്മുടെ പ്രതിജ്ഞ ഓർമ്മ വരും. വർത്തമാൻ സമയ പ്ലാൻ ബി ഹെ ലേക്കിൻ ഇസ്മേ കമി ക്യാ ഹെ ദൃഢത കി. അപ്പം പറയാണ്, ചില കുട്ടികളാണെങ്കിൽ പുരുഷാർത്ഥത്തിന് വേണ്ടി പ്ലാനിങ്ങും ചെയ്യാറുണ്ട്. ഇന്നിങ്ങനെ ചെയ്യും, ഇന്ന് അങ്ങനെ ചെയ്യും, പ്ലാനിങ് ചെയ്യാറുണ്ട്. പക്ഷേ ദൃഢത കുറവാണ്, ദൃഢസങ്കല്പമില്ല. അതുകൊണ്ടാണ് ആ സമയത്ത് ആ ടെസ്റ്റ് പേപ്പർ വരുമ്പോൾ ആ കാര്യം നമുക്ക് ഓർമ്മ വരാണ്ടിരിക്കുന്നത്. ദൃഢ संकल्प नहीं करते हो, विशेष रूप में अटेंशन देकर दिखावे कि वह कमज़ोरी है. महारथियों को अर्थात सर्विसेबल श्रेष्ठ आत्माओं को सर्विस के साथ सेल्फ सर्विस का भी अटेंशन चाहिए. ബാബ പറയാണ്, അങ്ങനെ ബാബയുടെ മഹാരഥിയായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ശ്രേഷ്ഠ സേവാധാരിയായിട്ടുള്ള കുട്ടികൾ സേവനത്തിൻ്റെ കൂടെ സെൽഫ് സർവീസിൻ്റെ മുകളിലും അറ്റൻഷൻ കൊടുക്കണം. സെൽഫ് സർവീസും പിന്നെ വിശ്വ മംഗളത്തിൻ്റെ സർവീസ് രണ്ടിൻ്റെ ബാലൻസ് ഉണ്ടായിരിക്കണം. അഭി ഇസ് പ്രമാൺ അപ്നെ ശ്രേഷ്ഠ സങ്കല്പ് കോ പ്രാക്ടിക്കൽ മേ ലാओ, സിർഫ് സോച്ചോ നഹി. അങ്ങനെ ബാബ പറയാണ്, നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സങ്കല്പം എല്ലാം നമ്മൾ പ്രാക്ടിക്കലുമാക്കണം. ചിന്തിക്കണം, പക്ഷേ ചിന്തിച്ചാൽ മാത്രം പോരാ, അത് പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടിയുള്ള പുരുഷാർത്ഥവും ചെയ്യണം. अगर रोज़ एक विशेषता को सामने रखते हुए अपने प्लान को प्रैक्टिकल में लाओ तो थोड़े ही दिनों में अपने में महान अंतर महसूस होगा. അങ്ങനെ എല്ലാ ദിവസവും ഓരോരോ ഗുണങ്ങളുടെ മുകളിൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ, ഇന്നത്തെ ദിവസം ഞാൻ ഈ കാര്യം പ്രാക്ടിക്കലാക്കും, ജ്ഞാനത്തിൻ്റെ ഈ പോയിൻറ്റ് ഞാൻ പ്രാക്ടിക്കലാക്കും, ജസ്റ്റ് ഓരോരോ പോയിൻറ്റ് മാത്രം നമ്മളങ്ങനെ പ്രാക്ടിക്കലാക്കുകയാണെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഒത്തിരി മാറ്റം അല്ലെങ്കിൽ പരിവർത്തനം നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യാൻ പറ്റും. ഇവൻ നമ്മുടെ പുരുഷാർത്ഥത്തിലും സ്പീഡ് കൂടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. इस विशेष वरदान भूमि में अपनी उन्नति के प्रति कुछ प्लान बनाते हो व सिर्फ सर्विस करने के लिए मीटिंग करके चले जाते हो. अपनी उन्नति के लिए रात का समय तो भी सभी को है. जब विशेष सर्विस प्लान प्रैक्टिकल में लाते हो तो क्या उन दिनों में निद्रा जीत नहीं बनते हो. പിന്നെ ബാബ പറയാണ്, ഈ വരദാന ഭൂമിയിൽ വരുമ്പോൾ, മധുബനിൽ വരുമ്പോൾ വരദാന ഭൂമിയാണ്, ഭഗവാൻ അവതരിക്കുന്ന ഭൂമിയാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ ജസ്റ്റ് ബാബയെ കാണുക, അല്ലെങ്കിൽ സേവ ചെയ്യുക, അല്ലെങ്കിൽ സേവനത്തിന് വേണ്ടി ഉള്ള മീറ്റിംഗ് ചെയ്യുക, പ്ലാനിങ് ചെയ്യുക, അത് മാത്രം ചെയ്താൽ മതിയോ, അത് സ്വപുരുഷാർത്ഥത്തിന് വേണ്ടിയുള്ള പ്ലാനിങ് ചെയ്യണ്ടേ? അങ്ങനെ സ്വപുരുഷാർത്ഥത്തിന് വേണ്ടിയുള്ള പ്ലാനിങ്ങും ചെയ്യണം. എങ്ങനെ? ചിലപ്പം ചില വിശേഷ സേവ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ശിവരാത്രിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ സേവ ഉണ്ടെങ്കിൽ ആ സമയത്ത് ചിലപ്പം ഉറങ്ങത്ത് പോലും ഇല്ല, രാത്രി മൊത്തം സേവയ്ക്ക് വേണ്ടി സമയം സഫലമാക്കും. അതുപോലെ തന്നെ സ്വ ഉന്നതിക്ക് വേണ്ടിയും അങ്ങനെ ചെയ്യണം. ചിലർ പറയാറുണ്ട് ദാറ്റ് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി സമയമില്ല.
ചിലപ്പം ചിലർക്ക് വൈകിട്ടും മെഡിറ്റേഷൻ ചെയ്യാൻ സമയം കിട്ടാറില്ല, വൈകിട്ടും ചിലപ്പം ജോലിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ബാബ പറയാണ് രാത്രിയിലത്തെ സമയം എല്ലാവർക്കും അവൈലബിൾ ആണ്. ഇവിടെ രാത്രി പറയുമ്പോൾ അമൃത് വേല 2 മണിയുടെ സമയമാണ്. അപ്പം കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം. അപ്പം നേരത്തെ എഴുന്നേറ്റ് ആ ഏകാന്തത അല്ലെങ്കിൽ ആ നാച്ചുറൽ സൈലൻസിൻ്റെ ആ സമയത്തിൻ്റെ ലാഭം എടുക്കണം. अपनी उन्नति के प्रति अगर निद्रा का भी त्याग किया तो क्या समय नहीं मिल सकता? यह तो और कार्य ही क्या है. പിന്നെ അതുമാത്രമല്ല മധുബനിൽ വരുമ്പോൾ വേറെ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല, വല്ല ജോലി കാര്യമൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന സമയം പൂർണ്ണമായിട്ട് സഫലമാക്കണം. जैसे और प्लान्स बनाते हो वैसे अपनी उन्नति के प्रति कोई विशेष प्लान प्रैक्टिकल में लाना चाहिए. जो लक्ष्य रखते हो इस प्रमाण प्रैक्टिकल में लक्ष्य नहीं हो पाते जबकि कारण को भी और निवारण को भी समझते हो. ബാബ പറയാണ് ബാബയുടെ എല്ലാം കുട്ടികൾ നോളജ്ഫുള്ളാണ്, ജ്ഞാനിയാണ്. അപ്പം സ്വന്തം വീക്ക്നെസ്സിനെ കുറിച്ചും അറിയാം, ആൻഡ് പുരുഷാർത്ഥത്തിൽ വരുന്ന തടസ്സം അല്ലെങ്കിൽ വിഘ്നത്തിൻ്റെ കാരണത്തിനെ കുറിച്ചും അറിയാം, ആൻഡ് അതിൻ്റെ നിവാരണവും അറിയാം, സൊല്യൂഷനും അറിയാം. ബിക്കോസ് ജ്ഞാനി കുട്ടികളാണ്. ബാബ മുരളിയിൽ എല്ലാം കാര്യങ്ങൾ പറയാറുണ്ട്, പക്ഷെ അത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്നില്ല. അപ്പം ജ്ഞാനിയാണ്, പക്ഷെ ആ ജ്ഞാനം പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്നില്ല. അപ്പം അതിൻ്റെ കാരണം എന്താണ്? ശക്തി കുറവാണ്. നോളജ്ഫുള്ളാണ്. ബാബ പറഞ്ഞു 4 മുഖ്യമായിട്ടുള്ള വിശേഷതകളുണ്ട്. നോളജ്ഫുള്ളായിരിക്കണം, പവർഫുള്ളായിരിക്കണം, സർവീസബിൾ ആയിരിക്കണം, ബ്ലിസ്ഫുൾ അല്ലെങ്കിൽ സദാ ആനന്ദചിത്തായിരിക്കണം. അപ്പം നോളജ്ഫുള്ളാണ്, പക്ഷേ പവർഫുൾ അല്ലെങ്കിൽ, ശക്തി ഇല്ലെങ്കിൽ ആ നോളജ് നമുക്ക് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റത്തില്ല. अगर आप लोग तैयार नहीं होंगे तो आप लोगों की वंशावली कब तैयार होगी, प्रजा कब तैयार होगी. इस बारी प्रैक्टिकल में कुछ करके दिखाना. അപ്പം ബാബ പറയാണ് ബാബയുടെ ജ്ഞാനിയായിട്ടുള്ള കുട്ടികൾ ഇതുവരെയൊക്കെ റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ ഇനി വരാനുള്ള കുട്ടികൾ അല്ലെങ്കിൽ ബാക്കി പ്രജകൾ എങ്ങനെ റെഡിയാവും. पुरुषार्थ में हर एक के बहुत अच्छे अनुभव होते हैं. जिस अनुभव के लेन देन से एक दूसरे की उन्नति के साधन सुनते अपने में भी बल भर जाता है. അതുകൊണ്ട് ബാബ പറയാണ് സേവ ചെയ്യുന്നുണ്ട്, പക്ഷേ സേവയുടെ കൂടെ സെൽഫ് സർവീസ്, സ്വപുരുഷാർത്ഥത്തിന് മുകളിൽ മാത്രമേ അറ്റൻഷൻ വെക്കണം. അപ്പം അതിനു വേണ്ടിയുള്ള ഒരു യുക്തിയും ബാബ നമുക്ക് പറഞ്ഞു തന്നു. അമൃത് വേല നമ്മളുടെ എന്തെങ്കിലും ഒരു ലക്ഷ്യം, അന്നത്തെ ദിവസത്തിന് വേണ്ടിയുള്ള ഒരു ലക്ഷ്യം ഫിക്സ് ചെയ്യണം. ആൻഡ് രാത്രി അതിൻ്റെ ചെക്കിങ് ചെയ്യണം, അതിൻ്റെ റീസൺ കണ്ടുപിടിക്കണം. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റീസൺ കണ്ടുപിടിക്കണം. ആൻഡ് ആ ലക്ഷ്യം നേടുന്നവരേക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അത് ഇടയ്ക്ക് വെച്ച് വിടാൻ പാടില്ല. പിന്നെ ബാബ പറയാണ് ഓരോരുത്തർ പുരുഷാർത്ഥം ചെയ്യുമ്പോൾ, അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പുരുഷാർത്ഥം ചെയ്യുമ്പോൾ അവർക്ക് പല നല്ല നല്ല അനുഭവം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങളുടെ ക്ലാസ് വെക്കണം. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കും ഇൻസ്പിറേഷൻ കിട്ടും, അത് മീൻസ് ട്രൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ സ്വപുരുഷാർത്ഥത്തിന് വേണ്ടിയുള്ള പ്ലാനിങ്ങും ക്ലാസ്സസും ചെയ്യണം. अच्छा, ओम शांति.